ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തൻഹ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രാത്രി ഒരു ഫുഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം എന്താ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പം ചിക്കൻ ഉണ്ട് 4-5 കഷ്ണം, അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ ഒരു ധാരണയിൽ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചാൽ തക്കാളി ഫ്രൈ അല്ല, തക്കാളി ഇങ്ങനെ വഴട്ട ആ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ ഞാനും അത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കി നോക്കാം, അതൊക്കെ ഒരു വിജയമല്ലേ. അപ്പം അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സോയാബീൻ പൊരിക്കാം വിചാരിക്കുന്നുണ്ട്. ഇത്രയും സാധനം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചിക്കനാ 2 കഷ്ണമുള്ളൂ. പിന്നെ തക്കാളി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തക്കാളി മാത്രം മതിയില്ലല്ലോ, കൊണ്ടിട്ട് തന്നെ അതും സോയാബീന് പകരം കൊണ്ടിട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ചിക്കൻ പൊരിക്കാനുള്ള ചിക്കനൊക്കെ ഞാനവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കായങ്ങളൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഐറ്റംസ് ഒന്നുമില്ല, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണാണ് ഇപ്പം 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ആയതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല, നമ്മൾ കുറച്ചിടാം. കുറച്ചൊന്ന് കുറയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റെഡി ആവില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇത് നോക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് ഇതിൽ മതി കിട്ടും, ഇത്രയൊക്കെ മതി. ഇത്രയും ആവശ്യമില്ല, അത്ര മതി. എല്ലാം നന്നായിട്ട് വേണ്ട, ഇപ്പം നമ്മൾ കുറച്ച് കൊടുത്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കോൺഫ്ലവർ കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഒരു 1.5 സ്പൂൺ ഇട്ടെടുത്തു. പിന്നെ ഉപ്പ് മെയിനല്ലേ, അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി തോന്നുന്നുണ്ട്. കുറച്ച് ഓയിൽ ചിലവർ ആഡ് ചെയ്യുക, ചിലർ വെള്ളമാണ് ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല തോന്നുന്നത്. പിന്നെ ഇതൊരു മിക്സ് ചെയ്തെടുക്കാം.